പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ യേശുവിൻ്റെ പ്രലോഭനങ്ങളാണ്, മരുഭൂമിയിലെ പരീക്ഷ പ്രലോഭനങ്ങളെ പറ്റിയാണ് ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ. നമ്മൾ അവിടെ യേശു നമ്മൾ കണ്ടു. പറയുന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ നിറഞ്ഞവനായിട്ട് ആത്മാവിൻ്റെ ശക്തിയോടുകൂടിയാണ് യേശു മരുഭൂമിയിലേക്ക് ആനയിക്കപ്പെടുന്നത്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ആയിരുന്നു. യേശു യോർദാനിലെ സ്നാനമേറ്റ സമയത്ത് നമ്മൾ കണ്ടു, പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ലഭിച്ച സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവിടുന്ന് തൻ്റെ മേൽ ആവസിക്കുകയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞങ്ങൾ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള സ്വർഗീയ ശരീരി പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ആയിട്ടുണ്ടായി. അപ്പോൾ അവിടുന്ന് പിതാവ് പുത്രനെ ദൈവരാജ്യ സുവിശേഷത്തിനു വേണ്ടി, സുവിശേഷം പ്രസംഗിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും വേണ്ടി അഭിഷേകം ചെയ്യുന്നതും കൂടിയാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആ ആത്മാവിനെ അവിടുന്ന് ലഭിച്ച ആ ശക്തിയോടുകൂടിയാണ് യേശു അവിടുന്ന് മരുഭൂമിയിലേക്ക് പോയത്. മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം, പലപ്പോഴും ബൈബിൾ ഭാഗങ്ങൾ പറയുന്നുണ്ട്, മരുഭൂമി വാസം, മരുഭൂമി പ്രദേശത്തിൻ്റെ വിജനതയാണ്. ആ വിജനതയിൽ അവിടെ വിജനതയാകുമ്പോൾ ആ സ്ഥലത്ത് ദുഷ്ടാത്മാക്കൾ, ദുരാത്മാക്കൾ ഉണ്ടാകും. അത് പിശാചിൻ്റെ ശക്തിയാണ്, ശക്തി കേന്ദ്രങ്ങളാണ്, ശക്തി പ്രകടിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മരുഭൂമി. അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ മരുഭൂമിയിൽ കൂടി യേശു 40 ദിവസം അവിടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു, ദൈവത്തോടു കൂടിയായിരുന്നു. അപ്പം നമ്മൾ ഇത് ഇവിടെ ഓർക്കേണ്ടുന്നത്, പഴയ നിയമത്തിൽ മോശ ദൈവത്തോടു കൂടിയായിരുന്നു 40 ദിവസം ഉപവാസവും പ്രാർത്ഥനയും, ദൈവവുമായിട്ടുള്ള സംവാദം ദൈവവുമായിട്ടുള്ളത്. അല്ലാതെ യാതൊരു കാര്യങ്ങളിലും ശ്രദ്ധിക്കാസീനായി മലയിൽ ദൈവത്തിനോടൊപ്പമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കാണാം, പിന്നെ 40 സംവത്സരക്കാലം പഴയ നിയമ ഇസ്രായേൽ, ആ ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ് ഇസ്രായേൽ, പഴയ നിയമ ഇസ്രായേൽ. ഇതാ മരുഭൂമിയിൽ കൂടി 40 ദിവസം മരുഭൂമികളിൽ കൂടി അലഞ്ഞ് നടന്ന് അവർ ദൈവം വാഗ്ദത്തം ചെയ്ത സ്ഥലത്തേക്ക് പോകുന്നു. ദൈവം അവരെ നയിക്കുന്നത് ദൈവമാണ്. മോശ അവർക്ക് വേണ്ടി വാദിച്ചു, അങ്ങനെ ദൈവം അവരെ നയിക്കുന്നു. അപ്പോഴും അവർ ദൈവത്തോടു കൂടിയാണ്. പക്ഷേ അവർക്ക് അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ 40 സംവത്സരക്കാലത്ത് അവർ പല സ്ഥലത്തും വെച്ച് മരുഭൂമിയിലെ ആ പ്രലോഭനം, സാത്താൻ്റെ പ്രലോഭനത്തിൽ അവർ അകപ്പെട്ടു പല പ്രാവശ്യവും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും. നമ്മളും ഇപ്പോൾ നോയമ്പിൽ ആയിട്ട് അടുക്കുകയാണ്. അടുത്ത ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടി നമ്മളുടെ നോയമ്പ് ആരംഭിക്കുകയാണ്. അപ്പം നോയമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ അവിടെ ഉപവാസവും പ്രാർത്ഥനയായിട്ടിരിക്കുമ്പോൾ
ദൈവത്തിൻ്റെ കൂടെയാണ്, ദൈവത്തിനോടൊത്ത് നമ്മൾ വസിക്കുകയാണ്, ദൈവത്തിനോട് ചേർന്ന് ഇരിക്കുകയാണ്, ഉപവസിക്കുകയാണ്. ആണ് ഉപവാസം. അപ്പോൾ പ്രാർത്ഥനയും ഉപവാസം എന്ന് പറയുമ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ നൊയമ്പ് കാലത്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ ഓർമ്മിച്ചുകൊണ്ടാണ്. ഇതിനു മുൻപ് നമ്മുടെ പൂർവികർ നടത്തിയിട്ടുള്ള ഉപവാസവും പ്രാർത്ഥനകളും നൊയമ്പുകളുമൊക്കെ. അപ്പോൾ യേശുവും നമുക്കത് മാതൃക കാണിച്ചു. നമ്മളതല്ല 50 നോയമ്പിന് നമ്മൾ ആചരിക്കുന്നത്, എന്നാലും ഇത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. നമ്മുടെ നോയമ്പുകളെല്ലാം തന്നെ 3 നോയമ്പ് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ദൈവത്തോടു കൂടി ആയിരിക്കേണ്ടതിന് കാരണം എന്നുള്ളതാണ്. അപ്പോൾ യേശു അത് നമുക്ക് മാതൃക കാണിച്ചു തന്നു, മാമോദീസ സ്നാനം സ്വീകരിച്ചതുപോലെ തന്നെ. അപ്പോൾ അവിടുന്ന് നല്ലതുപോലെ വിശന്നു, അവിടത്തേക്ക് വിശപ്പുണ്ടായി. അപ്പോഴാണ് സാത്താൻ പരീക്ഷണത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. ദൈവം അനുവദിച്ചു കൊടുത്തു. അപ്പോൾ പരീക്ഷണം എന്ന് പറയുന്നത്, അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ പരീക്ഷ അല്ലെങ്കിൽ പരീക്ഷണം എന്ന് പറയുന്നത് ശക്തി നോക്കുകയാണ്, മാറ്റ് ഉരച്ച് നോക്കുകയാണ്. ആണ് പരീക്ഷണം, പരീക്ഷിച്ച് നോക്കുക. അതിനകത്ത് പ്രലോഭനം എന്ന് പറയുമ്പോൾ അത് സാത്താൻ്റെ വകയാണ്, ദൈവത്തിൻ്റെ വകയല്ല. നമ്മൾ അപ്പോൾ ചോദിക്കും, നമ്മളുടെ പ്രാർത്ഥനയിൽ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? പരീക്ഷകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. മറ്റേത് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയും മലബാർ റീത്തിലും ലത്തീൻ റീത്തിലും ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ മലങ്കരയിൽ പരീക്ഷകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് എന്ന് പറയുന്നു. അപ്പോൾ അത് ദൈവമല്ല, അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ തെറ്റാണ്. ദൈവമാണോ പരീക്ഷകൾ ഉണ്ടാക്കുന്നത്, പരീക്ഷകളിൽ ഉൾപ്പെടുത്തുന്നതും ഒക്കെ? ദൈവമല്ല. നമ്മൾ വിശുദ്ധ യാക്കോബ് ശ്ലീഹ നല്ലപോലെ പറയുന്നുണ്ട്, നമ്മുടെ ദുരാശകൾ കൊണ്ട് നമ്മൾ പ്രലോഭനങ്ങളിലും പരീക്ഷകളൊക്കെ ആയി പോകുകയാണ്. അതിന് ദൈവത്തെ എന്നല്ല പറയുന്നത്. നമ്മൾ അത് ബൈബിൾ ഭാഗങ്ങൾ പലപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുമ്പോൾ പലപ്പോഴും അതിന് യോജിച്ച വാക്കുകൾ, ഗ്രീക്കിന് യോജിച്ച വാക്കുകൾ മലയാളത്തിൽ ഉണ്ട്. പക്ഷേ അവർ പല വാക്കുകൾ, അതിന് പല അർത്ഥങ്ങളുണ്ട്, നാനാർത്ഥങ്ങളെന്ന് പറയുന്ന പോലെ അതുപോലെ അവർ തിരഞ്ഞെടുത്തു. അത് പരീക്ഷകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്നാണ്. അത് പിശാച് നമ്മളെ ഉൾപ്പെടുത്തുന്നു, പക്ഷേ അത് ദൈവത്തിന് അതിനകത്ത് പങ്കില്ല. അത് മനസ്സിലാക്കണം. പരീക്ഷകളിൽ അകപ്പെടാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പറയുമ്പോൾ അതിനർത്ഥമുണ്ട്. പരീക്ഷകളിൽ ഞങ്ങൾ അകപ്പെടാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം, അല്ലെ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, പരീക്ഷകളിൽ ഉൾപ്പെടുത്തരുതേ, പരീക്ഷകളിൽ നിന്ന് എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ള ഒരു തെറ്റാണ്. ദൈവം അറിഞ്ഞ് ചെയ്യുന്നു എന്നുള്ള ദ്രോഹം ചെയ്യുന്നത് ഉള്ള ഒരു വ്യംഗ്യ അർത്ഥം, ഒരു ടോൺ, അതിൻ്റെ ഒരു ധ്വനി അവിടെ വരുന്നുണ്ട്. പ്രിയപ്പെട്ട നമ്മൾക്ക് അതൊക്കെ പിന്നീട് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ യേശു എന്തായാലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോഴാണ് സാത്താൻ അവിടെ വന്നു. അപ്പം യേശുവിൻ്റെ അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് യേശുവിനെ നയിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളും മാമോദിസ സ്വീകരിച്ച് വരുമ്പോൾ പിന്നെയും നമ്മുടെ ജീവിതവും അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞതാണ്. ആത്മാവാണ് നമ്മളെ നയിക്കേണ്ടുന്നത്. പക്ഷേ നമ്മളിവിടെ പഴയ നിയമ ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവജനമായ ഇസ്രായേൽ, ആ ദൈവത്തിൻ്റെ ആദ്യ പുത്രൻ, കാണപ്പെട്ട ആദ്യപുത്രരായ ഇസ്രായേലിന് പറ്റിയതുപോലെയാണ്. അവരിങ്ങനെ നടക്കുമ്പോൾ എല്ലായിടത്തും, മരുഭൂമിയിൽ നടക്കുമ്പോൾ എല്ലായിടത്തും പ്രലോഭനങ്ങളുണ്ടായി. അവർ കലഹിക്കുകയും ദൈവത്തോട് കലഹിക്കുകയും തിരസ്കരിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വന്നു പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മളുടെ ഈ നോയമ്പ് കാലങ്ങളൊക്കെ ഇതിനു വേണ്ടിയാണ്, നമ്മളുടെ മാറ്റി ഉരച്ച് നോക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ അതിൽ അതിജീവിക്കണം. അപ്പോൾ നമ്മൾ ആ ദൈവത്തോടു കൂടി തന്നെ ആയിരിക്കണം. പക്ഷേ നമ്മൾ അങ്ങനല്ല സാധാരണ ചെയ്യുന്നത്. ഉപവാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തോട് ചേർന്ന് വസിക്കുക, ദൈവത്തോട് കൂടിയായിരിക്കുക എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട്
നമ്മൾ പകുതി മുക്കാൽ തന്നെ എനിക്കൊന്ന് 75% ലോകത്തിൻ്റെ ഇമ്പങ്ങളോടുകൂടിയായിരിക്കുക, ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ ആകർഷണതയിൽ പെട്ടുപോവുക. വെറും 25% ദൈവത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. കുറച്ച് പ്രാർത്ഥന, രണ്ടോ പാട്ടുകൾ, ഒരു ഉപദേശം കേൾക്കൽ, ഇതെല്ലാം ആയിരിക്കും കാണുന്നത്. ഉപവസിക്കുന്ന അവിടെ എന്താണ് ഉപവസിക്കുന്നത്? ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർ ഉപവസിക്കുന്നുണ്ടോ? ആഹാരം കഴിക്കുന്നില്ലേ? ആ വീട്ടുകാർ കഴിക്കുന്നില്ലേ? അല്ലെങ്കിൽ മറ്റുള്ളവർ, നമ്മൾ ദൈവാലയത്തിൽ വെച്ച് എല്ലാവരും കൂടെ, ഇടവകക്കാരെല്ലാവരും കൂടെ ചേർന്നാണെങ്കിലും പിന്നീട് ആഹാരം മൃഷ്ടാന്ന ഭോജനം കഴിയും. അതൊക്കെ തെറ്റാണ്. ഉപവാസം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ദൈവത്തോടു കൂടി ആയിരിക്കുക. അവിടെ ഒന്നും ആഹാര പാനീയങ്ങൾ പാടില്ല. പിന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ വെള്ളം കുടിച്ചെന്ന് വരും, കൊച്ചു കുഞ്ഞുങ്ങളെ കുടിച്ചെന്ന് വരും. അത് തെറ്റല്ല. എന്നാലും നമ്മൾക്ക് ബാക്കി കാര്യങ്ങളിൽ നമ്മൾ ദൈവത്തോടു കൂടി ആയിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം. നമ്മൾ 3 നോയമ്പിലാണെങ്കിൽ നമ്മൾ പറയുന്ന യോഹന്നാൻ ദീർഘദർശി അവിടെ നിനവേക്കാരോട് നിങ്ങളെ മേൽ വലിയ ബാധകളായിരിക്കും, നിങ്ങൾ നശിക്കും, അതുകൊണ്ട് നിങ്ങൾ പശ്ചാത്താപിക്കുമെന്ന് ദൈവം നിർബന്ധിച്ച് പറഞ്ഞ് വിടുകയാണ് യോഹന്നാനോട്. അത് പറഞ്ഞു. അതുപോലെ പറഞ്ഞപ്പോൾ യോഹന്നാൻ്റെ ചിന്താഗതിക്ക് അനുസരിച്ചല്ല, അവർ ഉടൻ തന്നെ ഉപവസിച്ചു. ഇങ്ങനെയുള്ളത് നമ്മുടെ ഇത്രയും വലിയ നഗരങ്ങളൊന്നും നശിക്കാൻ പാടില്ല. അവിടെ ഉപവസിച്ചതെങ്ങനെയാണ്? അവർ ചാക്കൊടുത്ത് ചാരത്തിലിരുന്ന് അവരുടെ എല്ലാ ധാടിമോടികളെല്ലാം, അവരുടെ സുഖഭോഗങ്ങളെല്ലാം കളഞ്ഞ്, മൃഗങ്ങൾ പോലും ഉപവസിച്ചു. ആഹാരം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, ഒന്നും കഴിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ അങ്ങ് ചെയ്യണമെന്നല്ല, ചാക്കുടുക്കണമെന്നും ചാരം വാരി ദേഹത്ത് പൂശി കിടക്കണമെന്നും ഒന്നുമല്ല പറയുന്നത്. നമുക്ക് അതിൻ്റെ ഇപ്പോൾ നമുക്ക് പുതിയ നിയമത്തിൽ അങ്ങനെയൊന്നും ഒരിടത്തും നടക്കുന്നതായിട്ട് പറഞ്ഞിട്ടില്ല, പറയത്തില്ല, അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മൾ ദൈവത്തോടു ആയിരുന്ന പ്രാർത്ഥിക്കുകയും ധ്യാനത്തിലുമായിരിക്കണം. അപ്പോൾ ദൈവത്തോടു കൂടി അത്രയും ഒരു ദിവസം ഉപവാസം, അല്ലെങ്കിൽ 2 നേരം, അല്ലെങ്കിൽ പോട്ടെ 1 നേരം, നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ലോകത്തിൻ്റെ എല്ലാവരും ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. ഒരു ദിവസത്തെ 1 നേരത്തെ ഉപവാസം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഉപവാസം, ആഹാരവും എല്ലാം വർജിച്ച് ദൈവത്തോടുകൂടി ആ ചിന്തയിൽ മാത്രമായിരിക്കണം. അപ്പോൾ അങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് നോയമ്പിൽ അങ്ങനെ ആയിരുന്നു എന്ന് അറിയുന്നത്? മറ്റുള്ളവർക്കറിയാം. മുഖം വാട്ടി, കർത്താവ് പറയുന്നുണ്ട്, മുഖം വാട്ടിയൊന്നും കാണിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ തെറ്റാണ്. നിങ്ങൾ ഉപവസിക്കുന്നു, നോയമ്പ് നോക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നുള്ള മറ്റുള്ളവരറിയരുത്. അപ്പോൾ അതിന് നിങ്ങളുടെ മുഖമൊക്കെ കഴുകണം കൂടെ എന്നൊക്കെയാണ് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അറിയേണ്ടുന്നത്? ആ കർത്താവിൻ്റെ കൂടെ ആയിരുന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു? മുഖം സൂര്യനെ പോലെ പ്രശോഭിച്ചു. കർത്താവിൻ്റെ ആ മഹത്വത്തിൻ്റെ പങ്ക്, ആ പ്രകാശത്തിൻ്റെ പങ്ക് മോശയിലും പകർന്നു കിട്ടി. 40 ദിവസം ദൈവത്തിൻ്റെ അടുത്തിരുന്ന് ദൈവത്തോടു കൂടെയായിരുന്ന് പ്രാർത്ഥനയും ഉപവാസവും ദൈവം പറയുന്നത് എല്ലാം കേട്ട് അനുസരിച്ച് എല്ലാം പറഞ്ഞ് ദൈവം പഠിപ്പിക്കുന്നതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ആ പങ്ക് പകർന്നു കിട്ടി. അപ്പോൾ ദൈവത്തോടു കൂടി ആയിരിക്കുന്ന നമ്മൾക്ക് എന്തുകൊണ്ടത് കിട്ടത്തില്ല? കിട്ടും. നമ്മൾ ദൈവത്തോടു കൂടി അല്ലായിരുന്നുകൊണ്ട് നമുക്ക് അങ്ങനെ വരില്ല. നമ്മുടെ മുഖമൊക്കെ ശോഭിക്കണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നോക്കാൻ വയ്യാത്തതുകൊണ്ട് മോശയ്ക്ക് ഉണ്ടായിരുന്നു, മറ്റുള്ളവർക്കൊന്നും നോക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഒരു മൂടുപടം ഇട്ടാണ് 34-ാം അധ്യായത്തിലെ പുറപ്പാടിൽ പറയുന്നുണ്ട്. മൂടുപടം ഇട്ടാൽ അണിഞ്ഞാണ് മോശ മനുഷ്യരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ ദൈവമായിട്ട് പോകുമ്പോൾ മൂടുപടം ഇല്ലായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യണമെന്നല്ല, നമ്മളെ കണ്ടാൽ മറ്റുള്ളവർ പറയണം ഒരു നോമ്പ് നോക്കുന്നതാണ്. എന്താ മുഖം വാട്ടി കാണിക്കുന്നതല്ല, ക്ഷീണം അഭിനയിക്കുന്നതല്ല. പിന്നെ നമ്മുടെ മുഖം പ്രശോഭിക്കണം, സന്തോഷമായിരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടങ്ങൾ, ഭാവങ്ങളെല്ലാം ആ സന്തോഷം, ദൈവത്തിൻ്റെ സന്തോഷവും മഹിമയും നിറഞ്ഞതായിരിക്കണം. പ്രിയപ്പെട്ടവർ, അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ വിവരിക്കേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ യേശു ആത്മാവിൽ നിറഞ്ഞ്
ഇങ്ങനെ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് സാത്താൻ വന്ന് അവിടെ യേശുവിനെ പരീക്ഷിക്കാനായിട്ട് വന്നത്, പരീക്ഷിക്കാനായിട്ട് അനുവദിച്ചു. അതവിടെ ദൈവം അനുവദിച്ചു കൊടുത്തു. കാരണം ഈ പരീക്ഷണം അതിനെ അതിജീവിക്കേണ്ടുന്നത് എങ്ങനെ എന്ന് അല്ലെങ്കിൽ യേശുവിന് അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾക്ക് കാണിച്ചു തരാനാണ്. പുതിയ നിയമ ഇസ്രായേലിന് ദൈവം കാണിച്ചാണ് യേശു അങ്ങനെയാണ്. അതാണ് സ്നാനവും നമ്മൾക്ക് വേണ്ടിയാണ്, നമ്മളൊക്കെ കാണിച്ചു തരും, നമ്മളെ അത് മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ യേശുവിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് അന്നത്തെ മനുഷ്യരെ പോലെ തന്നെ അദ്ദേഹം എല്ലാം പ്രവർത്തിച്ചു. ഇനി യേശുവിന് ഈ ആദ്യ പരസ്യ ജീവിത ഭാഗത്തിൽ ആദ്യ ഭാഗങ്ങളിൽ മാത്രമല്ല ഈ പരിശുദ്ധാത്മാവ് വന്നത്. യേശുവിൻ്റെ കാലം കഴിഞ്ഞു തുടർച്ചയായ യേശുവിൻ്റെ ആ കാലത്തിൻ്റെ തുടർച്ചയാണ് പുതിയ നിയമ ഇസ്രായേലിൻ്റെ തുടർച്ചയാണ് പുതിയ നിയമ ഇസ്രായേലാണ് കർത്താവിൻ്റെ സഭ. ആ സഭയിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് എല്ലാവരും സ്ലീഹന്മാരിലും ജനങ്ങളിലുമെല്ലാം ആവസിച്ചതായിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. കർത്താവ് പറയും, നിങ്ങൾ യെരുശലേം വിട്ടു പോകരുത്, പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കണം, നിങ്ങൾക്ക് സ്നാനം ഏൽക്കാനുണ്ട്, അവിടെ ഇരിക്കുക, ഇവിടെ പ്രാർത്ഥനയിലായിരിക്കുക, ദൈവത്തോടുകൂടി പ്രാർത്ഥനയിലും ദൈവചിന്തയിലും മാത്രമായിരിക്കുക, കാരണം പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ഉണ്ട്. ഈ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്താണ്, അവിടെ എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഓരോരുത്തരുടെയും മേൽ അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പോൾ ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴത് കാണുന്നത്. അപ്പം യേശുവിൻ്റെ ആ പരസ്യ ജീവിതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, യേശു നയിക്കുന്ന സഭയിലും ആ ജനങ്ങളിലും പുതിയ നിയമ ഇസ്രായേലിലും പുതിയ നിയമപുത്രരിലും ഇസ്രായേൽ പുത്രരിലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. അപ്പോൾ കർത്താവ് അതിൻ്റെ മാതൃകയാണ് കാണിച്ചു തരുന്നത്. ഇനിയും അടുത്ത ഇത് 17-ാം വാക്യത്തിലും പറയുന്നുണ്ട്, ജോയൽ പ്രവാചകൻ പറഞ്ഞതുപോലെ ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനം ഉണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, എൻ്റെ ദാസരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, അവർ പ്രവചിക്കുകയും ചെയ്യും. ഇതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ യേശുവിൽ മാത്രമായിട്ട് ഒതുങ്ങി അതിന് ശേഷം ഇങ്ങോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തുടർച്ചയായിട്ട്. അതുപോലെയാണ് ഇവിടെ യേശുവിനെ നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ വെച്ച് ഒരു അശരീരി ഉണ്ടായ ഒരു സംഭവം പറഞ്ഞല്ലോ, എൻ്റെ കർത്താവ് അവിടുന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ എല്ലാവരിലും അപ്പോൾ ആ അശരീരി ദൈവപുത്രനാണെന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ ആണ് വിശുദ്ധ ത്രിത്വം തന്നെ അവിടെ നടത്തിയതാണ്. അപ്പോൾ നേരത്തെ അത് ആ സ്നാന സമയത്ത് അത് ഉള്ള ഭാഗത്തിൽ ഞങ്ങളത് പറഞ്ഞു. അപ്പോൾ ഇത് തന്നെയാണ് കർത്താവിനെ ഒരു വിധത്തിൽ പറയുമ്പോൾ ആദ്യമുണ്ടായ പ്രലോഭനം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഞാൻ പറയുന്നത്. കാരണം പിശാചിനെ ഇങ്ങോട്ട് വന്ന് പരീക്ഷിക്കാനുള്ള ഒരു പ്രലോഭനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ പുത്രനാണ്. അതെന്താ പിശാചിന് അങ്ങനെ പ്രലോഭനം ഉണ്ടാകാൻ യേശുവിൻ്റെ മേലെ എന്ന് പരീക്ഷിക്കാൻ ചോദിച്ചാൽ ഉത്തരവുണ്ട്. അത് ഇപ്പോഴെങ്ങും ഉള്ളതല്ല. സൃഷ്ടികൾക്കും സകല പ്രപഞ്ച സൃഷ്ടികൾക്കും മുൻപേയിട്ട് സ്വർഗത്തിൽ നടന്നതാണ്. ജനങ്ങൾ അധപതിക്കും, നമ്മളെ മനുഷ്യരെ സൃഷ്ടിക്കും, അവർ അധപതിക്കും. അവരെ രക്ഷിക്കാനായിട്ട് പുത്രൻ തമ്പുരാൻ വിശുദ്ധ തൃത്വത്തിലെ 2-ാം വ്യക്തി ദൈവം തന്നെയായ പുത്രൻ തമ്പുരാൻ ഇതാ മനുഷ്യനായിട്ട് മനുഷ്യരുടെ ഇടയിൽ അവതരിക്കുന്നു.
അപ്പോഴവനെ എല്ലാവരും ആരാധിക്കണം, മാലാഖമാരൊക്കെ അപ്പോൾ സ്തുതി പാടണം. അത് പറഞ്ഞപ്പോൾ അത് നടന്നില്ല. സാത്താനെ ഒരു കൂട്ടം ആളുകൾ ലൂസിഫറിൻ്റെ കൂടെ എതിർത്തു. കേവലം മനുഷ്യരായ മണ്ണിൽ നിന്ന് നിർമ്മിച്ച മനുഷ്യരെ ഞങ്ങൾ ആരാധിക്കണം, ഞങ്ങൾ പൂജിക്കണം, ഞങ്ങൾ സ്തുതി പാടണം എന്നൊക്കെ പറഞ്ഞാൽ സമ്മതിക്കയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് സാത്താൻ ഉണ്ടായത് അങ്ങനെയാണ്, സാത്താനും പിശാചുക്കളും എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ദൈവപുത്രനെ നോക്കി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ദൈവപുത്രൻ ജനിച്ചപ്പോഴും സാത്താൻ അവിടെ ഇടപെട്ടു. ഹെറോദേസിനെ ഇളക്കി വിട്ടു. 2 വയസ്സ് അതിൻ്റെ മേലും അതിൻ്റെ താഴെയും പ്രായമുള്ള കുഞ്ഞുങ്ങളെ എത്രയോ പേരെ കൊന്നൊടുക്കിയത് സാത്താൻ അവിടെ ഇടപെട്ടു. അപ്പോൾ അതുപോലെ ഇവിടെ ഇപ്പോഴേ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അശരീരി ഉണ്ടായപ്പോൾ അവിടുന്ന് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഇതാ എൻ്റെ പ്രിയപുത്രൻ എന്ന് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഇതാണ് യേശുവാണ് പ്രിയപുത്രൻ. അപ്പോൾ അവനെ നമ്മൾ സാത്താൻ ചിന്തിക്കുകയാണ് അവനെ കീഴ്പ്പെടുത്തണം, അവനെ ഇല്ലാതാക്കിയാൽ ദൈവത്തിൻ്റെ ഒരു ദൈവരാജ്യ സംസ്ഥാപനം, അതായത് മാനവകുലത്തിനായുള്ള രക്ഷാകര പദ്ധതി ഇതെല്ലാം പൊളിക്കുക, ഇതാണ് സാത്താൻ്റെ തന്ത്രം. അതിനാണ് സാത്താൻ ഭൂമിയിൽ തന്നെ വസിക്കുന്നത്, ഭൂമിയിൽ തന്നെ അവൻ്റെ ബലപ്രയോഗങ്ങൾ മനുഷ്യരുടെ മേൽ നടത്തുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികൾ പൊളിക്കണം. അപ്പോൾ യേശുവിനെ അങ്ങനെയെന്ന് കണ്ടപ്പോൾ യേശുവിൻ്റെ മേൽ അവൻ സർവാധിപത്യവും സർവശക്തിയും ഉപയോഗിച്ച്, ആധിപത്യയുടെ സർവശക്തിയും ഉപയോഗിച്ച് യേശുവിനെ പ്രലോഭിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ആദ്യ പ്രലോഭനം എന്ന് പറഞ്ഞ അശരീരി തന്നെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ചിലർ പക്ഷേ മറ്റുള്ളവർ ശരി വയ്ക്കത്തില്ല. അപ്പോൾ സാത്താനെ കുറച്ചുകൂടെ ശക്തി ആർജിക്കാൻ, ശക്തിപ്പെടുത്താൻ അവനെ ദൃഢനിശ്ചയത്തിന് വേണ്ടി പ്രേരിപ്പിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ യേശുവിന് സാത്താനെ നേരിടാനുള്ള കെൽപ്പും തൻ്റെയും എല്ലാം ആർജിച്ചാണ് യേശു വരുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് യോർദാനിൽ നിന്ന്. അപ്പോൾ ഇതെല്ലാം ഉപവാസവും എല്ലാം കഴിഞ്ഞ്, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് തൻ്റെ ഇടത്തോടു കൂടിയാണ് വരുന്നത്. എല്ലാ കെൽപ്പും ശക്തിയും എല്ലാം സംഭരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പിശാചി നോക്കുമ്പോൾ ഈ പുത്രനെ അശരീരിയിൽ കാണിച്ചല്ലോ, ആ പുത്രൻ എങ്ങനെയാണ് വേണ്ടിയത്? പിതാവിനെ പോലെയാണ്, അല്ലെ? പുത്രന്മാർ പിതാവിനെ പോലെയാണ് വേണ്ടുന്നത്. അങ്ങനെ ആയിരിക്കണം. അപ്പോൾ പിതാവിത് പറഞ്ഞപ്പോൾ ഈ പുത്രനും പിതാവിനെ പോലെ ആകും, അതറിയാം സാത്താന്. അപ്പോൾ അതുകൊണ്ടത് തകർക്കുക എന്നുള്ളതാണ്. അപ്പം സാത്താൻ തൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ നയിക്കുകയാണ് പുത്രൻ തമ്പുരാനെ. പിതാവിനെ പോലെയാണ് വേണ്ടത്. പക്ഷേ പിതാവിനെ അനുസരിക്കാത്ത, സാത്താൻ്റെ തന്ത്രം എന്തുവാ? പിതാവിനെ അനുസരിക്കാത്ത, പിതാവിന് ചേരാത്ത അങ്ങനെയുള്ള പുത്രന്മാരുണ്ടോ? ചേരാത്ത സ്വഭാവ വൈചിത്ര്യങ്ങളോട് കൂടിയ ഒരു പുത്രനാണ് ഇത് യേശു. അവൻ കേവലം മനുഷ്യനാണ് എന്ന് കാണിച്ചു കൊടുക്കണം പിതാവിന്. അങ്ങനെ അവർ തമ്മിൽ ദൈവത്തിൻ്റെ സ്വപ്നം എന്താണ്? സ്വപ്നം ഈ മനുഷ്യവർഗത്തെ മുഴുവനും ദൈവരാജ്യ സംസ്ഥാപനം ഭൂമിയിൽ നടത്തി അവരെ ഒന്നിച്ച് ചേർക്കുക, അവരെ ദൈവരാജ്യത്തിന് അനുരൂപരാക്കി തീർക്കുക, യോഗ്യരാക്കി തീർക്കുക എന്നുള്ള പദ്ധതി, ദൈവത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് നമുക്ക് വാഗ്ദാനം ചെയ്ത ഉൽപ്പത്തിയിൽ വെച്ച്, അല്ലേ? ഉൽപ്പത്തി ആ സംഭവത്തിൽ നമ്മൾ 3-ാം അധ്യായത്തിൽ കാണുന്നു. അപ്പോൾ ആ പദ്ധതി പൊളിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിനാണ് ഇപ്പം പിശാച് അതുകൊണ്ട് എന്ത് ചെയ്തു? പുത്രനെ, യേശുവിനെ തന്നെ ദൈവത്തിന് ഇങ്ങനെയുള്ള ഒരു ഞാൻ പറഞ്ഞു വന്നത്, പ്രത്യേകിച്ച് ഒരു ശക്തിയില്ലാത്ത കേവലം മനുഷ്യനാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കണം പിതാവിന്. എന്നിട്ട് അങ്ങനെ ദൈവത്തെ ഒന്ന് തോൽപ്പിക്കണമെന്ന് വിചാരിച്ചിരിക്കണം. അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോക്കുമ്പോൾ ആദ്യത്തെ 2 പ്രലോഭനങ്ങളെക്കാളും ഗുരുതരമായ പ്രലോഭനമാണ് 3-ാമത്തെ പ്രലോഭനമായിട്ട് കാണുന്നത്. ആദ്യത്തെ 2 പ്രലോഭനങ്ങൾ സാധാരണ രീതിയിൽ സംഭവിക്കുന്നു. 3-ാമത്തേത് കുറച്ചും കൂടെ കട്ടിയായിപ്പോയി.
ആരും ചെയ്യാത്തതാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ പ്രലോഭനത്തിൽ എങ്ങനെയായാലും തകരും എന്നുള്ളതാണ് ഇവിടെ നോക്കിയത്, സാത്താൻ നോക്കിയത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത് ഇസ്രായേൽ ജനം 40 എന്ന ദുശാഠ്യക്കാരായ, കർത്താവ് പലപ്പോഴും ബൈബിളിൽ പറയുകയാണ് നിങ്ങൾ ദുശാഠ്യക്കാരായ ജനങ്ങളാണ്, ഡിസൊബീഡിയൻറ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പഴയ പുത്രൻ ഇസ്രായേൽ മരുഭൂമിയിലൂടെയൊക്കെ നയിച്ച് അവിടെ നശിച്ചു. അവസാനം ദൈവം കാനാനിൽ നല്ല പർദീസ അവിടെ സ്ഥാപിച്ചു. അവർക്ക് കാനാൻ ദേശം പർദീസയാക്കി അവർക്ക് കൊടുത്തു, എല്ലാ തേനും പാലും ഒഴുകുന്ന ദേശമായിട്ട്. എന്നിട്ടും അവിടെയും പ്രലോഭനങ്ങളിൽ ഏർപ്പെട്ടു, മറ്റുള്ളവരുടെ കൂടെ കൂടി ചേർന്ന് പ്രലോഭനങ്ങളിൽ അവർ വീണുപോയി ദൈവത്തെ തിരസ്കരിച്ച സംഭവങ്ങൾ പലപ്പോഴും ഉണ്ട്. അപ്പോൾ അത് പഴയ നിയമപുത്രനാണ്. പക്ഷേ പുതിയ ഈ പുത്രൻ, പുതിയ ഇസ്രായേൽ എങ്ങനെയാണ് യേശു നേടിയ സാത്താൻ്റെ മേൽ വലിയ വിജയമാണ് നേടുന്നത്, ഇവിടെ വലിയ വിജയമാണ് നേടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ, അപ്പോൾ ഇത് നമ്മൾ ഇവിടെ കാണിക്കുന്ന നിയമാവർത്തനം 8:2 നമുക്ക് ഒന്ന് നോക്കിക്കളയാം. 8-ാം അധ്യായം 2-ാം വാക്യം. പറയുന്നത്, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് അറിയാനും വേണ്ടി നിങ്ങൾ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളോട് നയിച്ച ആ വഴിയെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഇതാണ് ഒന്നാമത്തെ പ്രലോഭനം യേശുവിന് ഉണ്ടായത്. എന്തുവാ? വിശന്നായി ക്ഷീണിച്ചല്ലേ വന്നിരിക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യ്, നീ ദൈവപുത്രനാണല്ലോ. അപ്പോൾ ദൈവപുത്രൻ എന്തും സാധിക്കുമല്ലോ. അതുകൊണ്ട് ഈ കല്ലുകൾ അപ്പമാക്കാൻ പറയുക, എന്നിട്ട് നിനക്കും ഭക്ഷിക്കാം, എനിക്കും ഭക്ഷിക്കാം, മറ്റുള്ളവർക്കും ഭക്ഷിക്കാം എന്നാണ് സാത്താൻ പറഞ്ഞത്. പക്ഷേ കർത്താവ് എന്തുവാ പറഞ്ഞത്? ഈ വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ട വാക്യമാണ് പറഞ്ഞത്. നിങ്ങൾ അവിടെ പഴയ ഇസ്രായേലിനെ അവിടെ വിട്ടത് പരീക്ഷിക്കാനും മരുഭൂമിയിലൂടെ മന്ന കൊടുത്ത് വിട്ടതും അവരെ എളിമപ്പെടുത്തി അവർക്ക് വിശപ്പറിഞ്ഞ് അവരെ ദാരിദ്ര്യത്തിൻ്റെ വേദനകളും അസ്വസ്ഥതകളുമൊക്കെ അറിഞ്ഞ് അവർ ദൈവത്തിലേക്ക് അറിയണം. ദൈവത്തിൻ്റെ വചനം കൊണ്ടും കൂടി അവർ ദൈവത്തിൻ്റെ വചനം അറിയണം, ദൈവത്തെ കേൾക്കാൻ താല്പര്യപ്പെടണം. കാരണം അവർ പലപ്പോഴും കലഹിച്ചിരുന്നു, ദൈവത്തെ കേൾക്കാൻ താല്പര്യപ്പെട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മളെപ്പോലെ അല്പം കേട്ടു, അത് കഴിഞ്ഞ് അല്പനാൾ കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ദൈവത്തോട് കലഹിക്കുന്നവരായി തീരുമായിരുന്നു. അപ്പോൾ അതാണ് യേശു അവിടെ പറഞ്ഞത്. അവിടെ ഒന്നാമത്തെ പറഞ്ഞത്, അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഈ നോയമ്പ് കാലത്ത് കർത്താവ് ഇത് കാണിച്ചു തന്നതാണ്, പിതാവ് ഇത് കാണിച്ച് നമ്മൾ യേശുവിനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കുന്നതാണ് നമ്മൾക്ക് വേണ്ടി. യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മളത് പറയുന്നുണ്ടല്ലോ, പിതാവ് കാണിച്ചു തരുന്നതും പറഞ്ഞു തരുന്നതുമാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന്. അപ്പോൾ അത് നമുക്ക് വേണ്ടി ചെയ്തു തന്നെയാണ്. ഇനി ഈ നോയമ്പ് വരുമ്പോൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോയമ്പ് കാലത്ത് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള സംഭവങ്ങൾ അതിൻ്റെ നമുക്ക് ധ്യാനകാല ചിന്തകളായിട്ട് 15 വീഡിയോകൾ ചെയ്തിരുന്നു. അതുകൊണ്ട് 50 മിനിറ്റ് 1 മണിക്കൂറൊക്കെ ഉള്ള വീഡിയോകൾ. പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കണം, അത് കേൾക്കണം. ഞാൻ എൻ്റെ ചാനൽ
ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ചാനൽ കിട്ടും. ആ പഴയ വീഡിയോകൾ, കഴിഞ്ഞ വർഷത്തെ ആ വീഡിയോകൾ, നോയമ്പുകാല ചിന്തകൾ ഇന്ന് കാണണം. ഇപ്പോൾ ഞാൻ നോയമ്പുകാല ചിന്തകളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾക്ക് ദൈവം യേശു തമ്പുരാൻ നമ്മൾക്ക് വഴി കാണിച്ചതാണ്. ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. പുതിയ നിയമ ഇസ്രായേൽ, ആ ദൈവത്തിൻ്റെ ആ സഭ ഇങ്ങനെയാണ് ജീവിക്കേണ്ടുന്നത്, അതിലെ വിശ്വാസികൾ ഇങ്ങനെയാണ് കഴിയേണ്ടുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ പ്രലോഭനങ്ങളെല്ലാം വരികയും ഇങ്ങനത്തെ പ്രലോഭനങ്ങൾ നമ്മൾക്കുണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടുന്നത് എന്ന് കാണിച്ചു തരാനും വേണ്ടിയാണ് ഈ ഭാഗങ്ങൾ ഇവിടെ സുവിശേഷത്തിൽ ചേർത്തിരിക്കുന്നത്, പറയുന്നത്. ആമേൻ. നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ, അതിനുള്ള ശക്തി നമുക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.